നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് ആരെങ്കിലും കണ്ട മോശമാണ്. വാ, അകത്ത് വന്ന് കിടക്ക്. ഒരച്ഛന് തോന്നിയ സങ്കടമായിട്ട് കൂട്ടിയാ മതി അതിന്. അതല്ല മാധവേട്ട, അമ്പലത്തിൽ വെച്ചേ ആ ദിവ്യനായ സ്വാമിജിയെ കണ്ടിരുന്നു. ജാതക ചേർച്ച നോക്കിയിട്ടല്ലോ നമ്മുടെ വന്ദനയുടെ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷമുള്ള ആചാരങ്ങളൊന്നും മുടക്കരുതെന്ന് സ്വാമിജി പറയുന്നത്. ആദ്യം വധൂവരന്മാർക്കും വീട്ടുകാർക്കും വിരുന്നൂണ് നടത്തണം. വൈകാതെ കുടുംബക്ഷേത്രത്തിൽ പോണോന്ന് സ്വാമിജി പറഞ്ഞത്. ആചാരങ്ങളൊന്നും മുടക്കണ്ട. ഭർത്തൃ വീട്ടുകാരെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് പറയുന്നതേ ഉള്ളൂ. കുറിപ്പ് സഹകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ആ കുടുംബത്തിലെ ആരെയും സഹകരിക്കാൻ അയാൾ അനുവദിക്കുകയില്ല. അതൊക്കെ അറിയാം മാധവേട്ട. സ്വാമിജി പറഞ്ഞതനുസരിച്ച് എത്രയും പെട്ടെന്ന് ചടങ്ങുകളൊക്കെ നടത്തണം. പാവം വന്ദന, ആ കുറുപ്പിന്റെ സ്വഭാവത്തിന് ആ വീട്ടിൽ എന്റെ മോൾ എങ്ങനെ കഴിയുന്നു പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. നീ ഇപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ കൈകാര്യം ചെയ്യാൻ ജഗന് നന്നായിട്ടറിയാം. ഈ സാരിയൊക്കെ പഴയതായി തുടങ്ങി. ഇൻഷുറൻസ് ഒക്കെ കിട്ടുമ്പോ നിനക്ക് നല്ല 2 സാരി വാങ്ങിക്കണം. കൊള്ളാം, വയസ്സുകാലത്തെ ഒരു ശൃംഗാരം. ഞാൻ മാധവേട്ടന് ഒരു ചായ എടുത്തിട്ട് വരാം. ജഗൻ,
ജഗൻ ജഗൻ വന്ദന ഉറങ്ങിയില്ലേ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വന്നില്ല. ജഗൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് ആരെങ്കിലും കണ്ട മോശമാണ്. വാ, അകത്ത് വന്ന് കിടക്ക. വന്ദനെ, വാ ജഗൻ. അച്ഛനും അമ്മയും കണ്ട പിന്നെ ആ പഴി കൂടി ഞാൻ കേൾക്കേണ്ടി വരും. വാ, എഴുന്നേറ്റ് വാ. എന്നെ വിളിക്കുന്നത് വന്ദനയാ. വന്ദന പറഞ്ഞാ ഞാൻ എന്തും അനുസരിക്കും. എങ്കി വാ. ഇനി മുതല് ജഗൻ പുറത്തല്ല കിടക്കേണ്ടത്, ഇവിടെ. ജഗൻ എന്നെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിന് മുന്നേ കിടന്നത് ഈ മുറിയില. ജഗൻ, എന്തിനാ താഴെ കിടക്കുന്ന? മുകളിൽ കിടന്നോളൂ. നമ്മൾ ഒരു മുറിയിൽ കിടക്കുന്നതേ ഉള്ളൂ, ഒരുമിച്ചല്ല. മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത് തറയിൽ ഷീറ്റ് പിടിച്ച് കിടന്നോളാന്ന്. വേണ്ട, ജഗൻ കട്ടിലേ കിടന്നാ മതി, ഞാൻ താഴെ കിടന്നോളാം. വന്ദന, അത് വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ജഗന് താഴെ ഒന്നും കിടന്ന് ശീലമില്ലല്ലോ. വന്ദന താഴെ കിടക്കുന്നെങ്കിൽ ഞാൻ പുറത്തു പോയി കിടന്നോളാം. എന്താ ജഗൻ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? പിന്നെ വന്ദന പറഞ്ഞതെന്താ? വാശിയല്ലേ പിടിക്കുന്നത്? ശരി, ഇപ്പൊ എന്താ വേണ്ടത്? ഞാനും കട്ടിലേ തന്നെ കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.